ഹായ് കൂട്ടുകാരെ, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കല്യാണം ഉറപ്പുണ്ട്, അപ്പോൾ അതിന് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ മൈലപ്രായിലാണ്, മൈലപ്ര വലിയ പള്ളിയിലായി വെച്ചായിരുന്നു ഇന്ന് ഒരു വിവാഹ നിശ്ചയം. കസിൻ്റേതാണ്. അപ്പം ഞങ്ങൾ നേരത്തെ വന്നു. ഇതാണ് ഓഡിറ്റോറിയം. ആൾക്കാർ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിനകത്ത് മേളത്തെ നിലയിൽ കയറി നിന്നു. റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിൽക്കുമായിരുന്നു. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് സൈഡിൽ. അത് കുരിശടിയാണ് താഴെ കാണുന്നത്. ഓരോരുത്തർ വരുന്നു. കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മോനും കൂടെ അകത്ത് സീറ്റ് കിട്ടിയപ്പോൾ കയറിയിരുന്നു. അവനൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കാൻ പറഞ്ഞപ്പോൾ വിഷമിച്ചാവുന്ന ചിരിച്ച. അങ്ങനെ നമ്മൾ വന്നിരുന്നു. നിനക്ക് എടുക്കാൻ പോടാ, ക്ലിയറായിട്ട് എടുക്കാൻ കൊച്ചിനെ കാണുന്നില്ല. വിവാഹ ഉറപ്പ് ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അച്ഛൻ സ്റ്റേജിലേക്ക് കയറി. അച്ഛൻ സ്റ്റേജിലേക്ക് കയറി അവരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ പോവാണ്. ഇന്ന് നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയുവാനാണ് ഈ സമയം ഇവിടെയായിരിക്കുന്നത്. മൈലപ്ര സെൻറ്റ് ജോർജ് ഗ്രോസ് വലിയ പള്ളി ഇടവാണ് മണലേത്ത് എബനേസർ ഹൗസിൽ ശ്രീ MP മാച്ചിക്കുട്ടിയുടെയും തോമസ് കുട്ടിയുടെയും ശ്രീമതി മേഴ്സി തോമസ് കുട്ടിയുടെയും മകൾ മെർവിൻ മേരി തോമസും കുമ്പഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാങ്ങുമായിരിക്കുന്ന ഹോലി ഹൗസിൽ ശ്രീമാൻ മാത്തുക്കുട്ടി ഡാനിയലിൻ്റെയും ശ്രീമതി ഡെയ്സി മാത്യുവിൻ്റെയും മകൻ ആൽഫിൻ മാത്യുവും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച് ഇരു ഭവനങ്ങളും തമ്മിൽ കണ്ട് ധാരണയായതിന് പ്രകാരം ഇന്ന് ഇവിടെ വച്ച് നിശ്ചയിച്ച് ഉറപ്പിക്കുന്നതിനായിട്ടാണ് മെർവിൻ മേരി തോമസിൻ്റെയും ആൽഫിൻ്റെ വിവാഹനിശ്ചയമാണ് നടക്കുന്നത്. രണ്ടുപേരും അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നതുകൊണ്ട് മെർവിൻ മേരി തോമസ് അവരുടെ പേരൻസിനൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരാം. തുടർന്ന് ആൽഫിനും പേരൻസിനൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരാം. രണ്ടുപേരെ കാണാനുള്ള അവസരമാണ്. നമ്മുടെ നിയുക്ത മണവാളൻ, മണവാട്ടി, മാതാപിതാക്കള് സഹോദരങ്ങൾക്ക് ചേർന്ന് നിൽക്കുന്നു. രണ്ടുപേരുടെ കുടുംബാംഗങ്ങളെല്ലാം കാണാനുള്ള അവസരമാണ്. ചെറുക്കൻകൂട്ടരും പെൺകൂട്ടരും ഒന്നിച്ച് നിന്ന് ഫാമിലി ഫോട്ടോസ് എടുത്തു. അതിനുശേഷം അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും ആഹാരം കഴിച്ചു. അടിപൊളി ഉറപ്പായിരുന്നു. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കാണാൻ പറ്റി. വരനും